സർവീസ് റോഡ് ശരിക്കും വൺ വേ ആണ് ബേസിക്കലി. പക്ഷേ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞൊക്കെ വരുന്നുണ്ട്. ഇപ്പം തന്നെ കണ്ട് ഈ സാധനം അതൊന്ന് കാണിച്ചു കൊടുത്തേ. എക്സിറ്റ് അടിക്കാനുള്ള സാധനമാണ്. അതായത് റോഡിൽ നിന്ന് എക്സിറ്റ് മാത്രം അടിക്കാനുള്ള സംഭവമാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. കണ്ടോ, എക്സിറ്റ് മാത്രം അടിക്കാനുള്ള സാധനം. പക്ഷേ ചില ആൾക്കാർ ഇതിനകത്തൂടെ എൻട്രി ചെയ്യും. വളരെ മോശപ്പെട്ട കാര്യമാണ്. നമ്മൾ ഭയങ്കര റെസ്പോൺസിബിൾ ഡ്രൈവർ ആയിരിക്കണം എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഇച്ചിരി 2 കിലോമീറ്റർ 5 കിലോമീറ്റർ കൂടുതൽ കറങ്ങിയാലും കുഴപ്പമില്ല. നിങ്ങൾ മാക്സിമം എക്സിറ്റിൻ്റെ സ്ഥലത്തൂടെ തന്നെ എക്സിറ്റ് ചെയ്യുക, എൻട്രിയുടെ സ്ഥലത്തൂടെ തന്നെ എൻട്രി ചെയ്യുക. പക്ഷേ നിങ്ങളൊരു ഈ പറഞ്ഞ പോലെ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ലാഭിക്കാൻ വേണ്ടി ചെയ്യുന്ന സംഭവം ജീവൻ വരെ കളഞ്ഞേക്കാം. എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്, ആൾക്കാരുടെ പേഴ്സണലി അറിയാവുന്ന ആൾക്കാർക്ക് ആക്സിഡന്റ് ആയതുകൊണ്ട് തന്നെ പറയുകയാണ്, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. വഴി തെറ്റിക്കോട്ടെ, ഓക്കെ, വഴി തെറ്റും, കാരണം നല്ല കൺഫ്യൂസിംഗ് ആയിട്ടുള്ള എക്സിറ്റും എൻട്രിയും കാര്യങ്ങളൊക്കെയാണ്. യു ടേണും റൗണ്ട് അബൌട്ടൊക്കെ ഫുൾ കൺഫ്യൂസിംഗ് ആണ്. പക്ഷേ ഇച്ചിരി വഴി തെറ്റി ഇച്ചിരി കൂടുതൽ ഓടിയാലും, കാരണം ചീറി പാഞ്ഞ് വരുന്ന വണ്ടിയാണ്. അതായത് 100-ലും 110-ലും 130-ലും 140-ലും 150-ലും ഒക്കെ പോകും. ഇപ്പം ഇത് എൻട്രിയാണ്, കണ്ടോ, ഇത് കാണിച്ചു കൊടുത്ത് കണ്ടോ, അതുകൊണ്ട് ആ കാണുന്ന എൻട്രിയാണ് ബേസിക്കലി. അതായത് റോഡിലോട്ട് കയറാൻ വേണ്ടി അത് വളഞ്ഞിരിക്കുന്നുണ്ടോ, ആ സാധനം മൊത്തം വളഞ്ഞിരിക്കുന്നുണ്ടോ, എന്തുകൊണ്ടാണ് ഇതുപോലെ കയറുന്നവരാ റോഡ് കാണിച്ചു കൊടുത്താൽ. ഇതിപ്പം 3 വരി പാതയാണ്. ഓക്കെ, ശരിക്കും നമ്മൾ ഇപ്പം ബസ് പോകുന്നതുകൊണ്ട് 2 വരിയും കൂടെ യൂസ് ചെയ്തിട്ടാണ് ബസ് പോകുന്നത്. ഇപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അതിനൊന്ന് റോഡ് കാണിച്ചു കൊടുത്ത്. ഓക്കെ, ഇപ്പം ഞാൻ പോകുന്നത് ശരിക്കും സ്പീഡ് ട്രാക്ക് എന്നല്ല ഇതിന് പറയുന്നത്, ഇത് ഓവർടേക്കിംഗ് ട്രാക്കാണ്. ഞാനിപ്പോൾ സെൻട്രിൽ കൂടെയാണ് ശരിക്കും പോകേണ്ടത്. ഈ ഹെവി വെഹിക്കിൾസ് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ലൈനിൽ കൂടെ, അല്ലാതെ സ്പീഡിൽ പോകേണ്ടത് ഇതുവഴിയും. ഓവർടേക്ക് ചെയ്യുന്നവർ എപ്പോഴും റൈറ്റ് സൈഡിലെ ലൈനിൽ കൂടെ വേണം മാത്രം ഓവർടേക്ക് ചെയ്യാൻ. അതായത് ഓവർടേക്കിംഗ് ലൈൻ മാത്രമാണ് റൈറ്റ് സൈഡിലെ മൂന്നാമത്തേത്. അപ്പോൾ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ സെൻട്രിൽ കൂടെ ഉള്ള ലൈനിൽ കൂടെ മാത്രം പോവുക. അത് ഓർത്തോണം. നമ്മൾ കൺഫ്യൂസിംഗ് ആണ്. ചിലർ വിചാരിക്കും സ്പീഡ് ട്രാക്കാണ്. സ്പീഡ് ട്രാക്ക് ശരിക്കും 4 ലൈനിലാണ് സ്പീഡ് ട്രാക്കിൻ്റെ ആ ഒരു സംഭവം വരുന്നത്. 4 ലൈനിൽ റൈറ്റ് സൈഡിൽ ഏതാ ഡിവൈഡറിനോട് ചേർന്ന് പോകുന്ന റോഡാണ് 4 ലൈനിൽ സ്പീഡ് ട്രാക്ക്. പക്ഷേ 3 ലൈനിൽ വരുന്ന സമയത്ത് ഇത് 6 വരി പാതയുള്ളത്. അതിൽ 3 വരിയാണ് നമുക്ക് അങ്ങോട്ട് പോകാനുള്ളത്, 1 സൈഡ് പോകാനുള്ളത്. അപ്പോൾ ഈ 3 വരിക്കകത്ത് നടുക്കൂടെ പോകണം. നമ്മൾ സ്പീഡിൽ പോകുന്ന സമയത്ത് സ്ലോയിൽ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകണം. ഏറ്റവും റൈറ്റ് സൈഡിൽ ഇപ്പോൾ ഞാൻ ഓവർടേക്ക് ചെയ്യുമ്പോൾ റോഡ് കാണിച്ച് ഇപ്പോൾ ഞാൻ ഓവർടേക്ക് ചെയ്യാൻ പോകുന്നു. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു, കണ്ടോ, ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ റൈറ്റിലെ സ്പീഡ് ട്രാക്ക് യൂസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സെൻട്രൽ ലൈനിലോട്ട് വരിക. ഇതാണ് പ്രോപ്പർ 3 ലൈനിൽ യൂസ് ചെയ്യേണ്ട മെത്തേഡ്. ഇത് നിങ്ങൾ ഓർത്തോണം. ഇത് നിങ്ങൾ എപ്പോഴും ഓർത്തോണം. നിങ്ങളുടെ വീടിന് മുമ്പിൽ ഹൈവേ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അവിടെ ഹൈവേ ഇല്ലെങ്കിലോ ഒക്കെ അത് നിങ്ങൾ ഓർമ്മയില്ല. എപ്പോഴെങ്കിലൊക്കെ ഹൈവേ വഴി നിങ്ങൾ പാസ് ചെയ്ത് പോകും. അപ്പോൾ ഈ റൂൾ നിങ്ങൾ എപ്പോഴും ഓർത്തിരുന്നോണം. ഓക്കെ.